അതുപോലെ ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നത് കമ്മിറ്റിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരംഗമാണ്. അടുത്ത കാലത്തായി അദ്ദേഹത്തെ ഈ ഗവൺമെന്റ് നീക്കം ചെയ്തു. ഇമ്പാർഷ്യാലിറ്റി ഉറപ്പുവരുത്തേണ്ട ഒരു വേദിയാണ് ഇലക്ഷൻ. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ലൈഫ് സ്റ്റൈലിന് ഒരു ഫാസിസ്റ്റ് മെന്റാലിറ്റി ഇന്ത്യയിൽ വളർന്നു വരികയാണ്. ഒരു പാർട്ടി നിശ്ചയിക്കുന്ന, കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നാഗ്പൂരിലെ ചില ബുദ്ധിജീവികൾ നിശ്ചയിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കണമെന്നോ അവര് നിർദ്ദേശിക്കുന്ന ഭക്ഷണമേ കഴിക്കാവോ എന്നോ ഒക്കെ ഒരു പാർട്ടി നിർദ്ദേശിക്കുകയും അത് ഗവൺമെന്റിന്റെ നയമായിട്ട് മാറിപ്പോവുകയും ചെയ്യുമ്പോൾ അപകടങ്ങൾ മണക്കുന്നില്ലേ നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ഐക്യത്തിൽ? ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്ന നിലപാടുകൾ ശക്തമാണ്. അദ്ദേഹം ഒന്നാമതായി ഉയർത്തിപ്പിടിക്കുന്നത് മതേതരത്തിന്റെ തത്വമാണ്. അത് ആശാവഹമാണ്. വേറെ എന്തെല്ലാം പ്രതിലോമ ശക്തികൾ അദ്ദേഹത്തിനെതിരെ പറഞ്ഞാലും വളരെ വ്യക്തമായ നിലപാടോടെ ശക്തമായ ഭാഷയിൽ അവതരിപ്പിക്കാനും നിലകൊള്ളാനും മാറ്റാത്ത നിലപാടുകളോടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് നമുക്കുള്ളത്. ജനാധിപത്യത്തിൽ ഇത് പ്രതീക്ഷ നൽകുന്നതാണ് നമ്മുടെ കേരള സംസ്ഥാനത്തിൽ.